ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വാഴത്തണ്ട് കൊണ്ടുള്ള 4 വിഭവങ്ങളാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന 4 റെസിപ്പീസ്. ചോറിന് നന്നായി കഴിക്കാൻ പറ്റുന്ന കറികളാണ് ഇത്. പരിപ്പ് വാഴത്തണ്ട് കറി, വാഴത്തണ്ട് പച്ചടി, വാഴത്തണ്ട് തോരൻ, വാഴത്തണ്ട് അച്ചാർ. ഈ റെസിപ്പിയിലോട്ട് പോകാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കാമ്പ് എന്നാണ് പറയാം. ചില സ്ഥലത്ത് വാഴപ്പിണ്ടി പറയും, വാഴത്തണ്ട് പറയും. വെച്ചിട്ട് എടുത്ത് മാറ്റാം. ഫുൾ ഇങ്ങനെ എടുത്ത് മാറ്റാം. വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ നൂല് പോലെയുള്ളത് ഇങ്ങനെ ഇതാക്കിയിട്ട് എടുക്കാം. ഇത് വേഗം ഉപയോഗിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കറുപ്പ് കളർ വരും. ഇതുപോലെ എല്ലാം മുറിച്ചിട്ടെടുക്കാം. വാഴത്തണ്ട് നന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് വെള്ളം മുറിക്കുമ്പോൾ വെള്ളത്തിലിടുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ അങ്ങനെ പോവില്ല. ഇതിനി വേവിച്ചെടുക്കാം. വാഴത്തണ്ട് കുക്കറിലാണ് വേവിക്കുന്നത്. ജസ്റ്റ് ഒറ്റ വിസിൽ കൊണ്ട് വാഴത്തണ്ട് വെന്ത് കിട്ടും. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, വളരെ കുറച്ചേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി വേവിച്ചെടുക്കാം. വാഴത്തണ്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് തൈര് ചേർക്കാം. പിന്നെ കുറച്ച് കടുക് ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം. ഈ അരച്ചത് വാഴത്തണ്ടിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ കടുക് വറുത്തിടാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി വറുത്തിടാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുകിട്ട്, മുളകിട്ട്, കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയിട്ട് ഈ പച്ചടിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സ്വാദം ഉണ്ടാവും. അങ്ങനെ വാഴത്തണ്ട് പച്ചടി റെഡിയായി. ഈ വാഴത്തണ്ടിൻ്റെ തോരൻ ഉണ്ടാക്കാം. വാഴത്തണ്ട് ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് എടുത്തിരിക്കുന്നത് വൻപയർ. 1-2 മണിക്കൂർ വെക്കുക, വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. തോരന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തേങ്ങ ചതച്ചിട്ടെടുക്കാം. തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും ജീരകവും ചേർത്തിട്ട് ചതച്ചെടുക്കാം. വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഫ്രൈങ് പാനിലിട്ട് ഇതാക്കിയെടുക്കാം. ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് വറ്റൽ മുളകിടാം. വെച്ചിട്ടില്ല തേങ്ങയും ഉള്ളിയും ജീരകവും ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് ചേർത്ത് വഴറ്റാം. കരിവേപ്പില ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന വാഴത്തണ്ട് ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വാഴത്തണ്ട് കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലേക്ക് വഴറ്റാം. വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കായം ചേർത്ത് വഴറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരച്ചാറാണ് ഇത്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വാഴത്തണ്ട് ചേർക്കാം. ഇനി വിനിഗർ ചേർക്കാം. കൂടുതൽ വിനിഗർ വേണ്ട, കുറച്ച് മതി. ഇത് അച്ചാർ റെഡിയായി. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്ത റെസിപ്പി ഒരു കറി ഉണ്ടാക്കാം. പരിപ്പും വാഴത്തണ്ടും ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പീസ് സവാള ഇട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് അരച്ചത് ഒഴിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന വാഴത്തണ്ട് ഇതിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
ഓയിലൊഴിച്ച് കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റും. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റും. കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ പരിപ്പ് വാഴത്തണ്ട് കറി റെഡിയായി. ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വാഴത്തണ്ട് കൊണ്ട് 4 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് കറി, പച്ചടി, തോരൻ, അച്ചാറ്, ഒരു പപ്പടം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണിത്. എല്ലാവർക്കും ഇഷ്ടംപോലെ വീട്ടിൽ വാഴത്തണ്ട് കിട്ടും. കെമിക്കലോ ഒന്നുമില്ലാത്ത നല്ല പോഷകാഹാരമുള്ള റെസിപ്പീസാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.